നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും സന്തോഷങ്ങൾ പോയി തുടങ്ങിയോ? ആരും നിങ്ങളെ അംഗീകരിക്കുന്നില്ല എന്ന തോന്നലുകൾ നിങ്ങൾക്കുണ്ടായി തുടങ്ങിയോ? എങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയങ്ങളിലെ കുറച്ച് സമയങ്ങൾ ആനന്ദകരമാക്കുവാൻ വേണ്ടി കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കുഞ്ഞൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ അടുക്കളയിൽ മാത്രം ചിലവഴിക്കുന്ന വീട്ടമ്മയാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യത്തെ ടിപ്പ്. നമ്മൾ വീട്ടിൽ അടുക്കളയിൽ ജോലിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ജോലിയായിരിക്കും രാവിലെ. സ്പെഷ്യലി നമ്മളൊരു ഫാമിലി ആയിട്ട് താമസിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല തിരക്കായിരിക്കും. രാവിലെയും ഉച്ചയ്ക്കും ഒക്കെയുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതിൽ നല്ല തിരക്കായിരിക്കും. നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും അതിൽ. അപ്പോൾ അവർക്കായിട്ട് ഞാൻ ആദ്യമായിട്ടൊരു ടിപ്പ് പറഞ്ഞു തരികയാണ്. നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് വെറുതെ ഒന്ന് തലയിറങ്ങി വീഴുക. അങ്ങനെ തലയിറങ്ങി വീഴുന്നത് കൊണ്ട് രണ്ടുണ്ട് ഉപകാരം. ഫസ്റ്റ്, നമുക്ക് ഉപ്പിട്ട് ഒരു നാരങ്ങ വെള്ളം കിട്ടും. സെക്കൻഡ്, നമുക്ക് ജോലിയിൽ നിന്നും കുറച്ചൊരു ബ്രേക്ക് കിട്ടും. അപ്പോൾ ഈ ടിപ്പ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു ടിപ്പ് ഉപകാരപ്പെടുന്നത് ഫാമിലി ആയിട്ട് നിൽക്കുന്നവരിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒറ്റയ്ക്ക് താമസിക്കുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു ഫാമിലി ആയിട്ട് മാറി താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ഒരിക്കലും യൂസ്ഫുൾ ആവില്ല. നമ്മൾ തലയിറങ്ങി വീണ് കിടന്നാൽ അവിടെ തന്നെ കിടക്കുകയുള്ളൂ. ആരും വന്ന് നമ്മൾ നോക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്കുള്ള വീട്ടമ്മമാർ ഇത് മാക്സിമം പരീക്ഷിക്കാതിരിക്കുക. കൂട്ടത്തിൽ താമസിക്കുന്നവർ മാത്രം ഇത് പരീക്ഷിക്കുക. ടിപ്പ് നമ്പർ 2, നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ആരും പരിഗണിക്കുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ്, നമ്മളൊരു മരിപ്പ് വീട്ടിൽ ചെല്ലുക. നമ്മളൊരു മരിപ്പ് വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പൊട്ടിച്ചിരിക്കുക. സോ ഇതുമൂലം നമ്മളെ എല്ലാവരും പരിഗണിക്കുകയും ചെയ്യും. എല്ലാ ദിവസവും ആ വീടും വീട്ടുകാരും നമ്മളെ സ്മരിക്കുകയും കൂടി ചെയ്യും. അതോടുകൂടി നമ്മളെ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ നമുക്കതിലൂടെ മാറിക്കിട്ടും. ടിപ്പ് നമ്പർ 3, നമ്മളിങ്ങനെ കൂട്ടുകാരുമായിട്ടൊക്കെ കൂട്ടം കൂടി ഇരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചളിയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ചില സമയത്ത് നമ്മൾ പറയുന്ന ചളികളൊന്നും അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ നമ്മളിലേക്ക് വരും. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കൂട്ടുകാരൊക്കെ കൂട്ടം കൂടിയിരിക്കുന്ന സമയത്ത് ആ കൂട്ടത്തിൽ വലിയ എന്തെങ്കിലും അന്താരാഷ്ട്ര ചർച്ചകളോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കൂട്ടത്തിൽ നിന്ന് എടുത്ത് ഒറ്റ ഓട്ടം ഓടണം. അപ്പോഴത്തേക്കും നമ്മുടെ കൂടെ ഉള്ളവരും ഓട്ടോമാറ്റിക്കലി പുറകിൽ ഓടി വരും. സോ അങ്ങനെ സംഭവിക്കുകയുള്ളൂ. പുറകിൽ ഓടി വരും. അപ്പോൾ പുറകിൽ ഓടി വരുമ്പം അയ്യേ പറ്റിച്ചേന്ന് പറയണം. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ചളി വർക്കൗട്ട് ആവുകയും ചെയ്യും. നമ്മൾ നേരത്തെ ചളി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അന്താരാഷ്ട്ര ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ ആ ഒരു ഇത് നമുക്ക് ബ്രേക്ക് ചെയ്യാനും പറ്റും. ഇനി ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത്, നമ്മൾ വളരെയധികം നമുക്ക് ജീവിതത്തിൽ പലമാതിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കും. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഓരോരോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ നമ്മൾ ഡിപ്രഷനിലായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കരുത്. വീട്ടിൽ തന്നെ ഇരുന്നാൽ നമ്മുടെ ഡിപ്രഷൻ കൂടുകയുള്ളൂ. നമുക്ക് ഡിപ്രഷൻ അധികമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് നമ്മൾ ചുമ്മാ വെളിയിലിറങ്ങി നടക്കുക മീൻസ് നമ്മൾ എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോവുക. ആ യാത്ര പോകുന്ന സമയത്ത് നമ്മൾ വഴികളിൽ ഒരുപാട് അപരിചിതരെ കാണും. അപ്പോൾ ഈ അപരിചിതരെ കാണുമ്പം അവരുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക. അപ്പോൾ നമ്മൾ പുഞ്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റുള്ള ആളും നമ്മളെ നോക്കി ചിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഓപ്പോസിറ്റ് നോക്കി ചിരിക്കുമ്പം കൊഞ്ഞിനെ കുത്തി കാണിച്ചിട്ട് ഓടുക. സോ നമ്മുടെ ഡിപ്രഷൻ ഒരുവിധം വരെയും നമുക്കതിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിപ്രഷൻ ഒരുവിധം നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനി ടിപ്പ് നമ്പർ 5, നമുക്ക് മിണ്ടാനും പറയാനും ആരുമില്ല എന്നൊരു തോന്നൽ ചില ആളുകളിലേക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നലുകൾ വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു തോന്നലുകൾ വരുമ്പോൾ എന്താ ചെയ്യുക? നമ്മുടെ കസ്റ്റമർ കെയർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വിളിക്കുക. അവരെ വിളിച്ചതിന് ശേഷം ചുമ്മാ ഡൗട്ടുകളൊക്കെ ചോദിച്ചിരിക്കുക. നമ്മുടെ ഫോണിൻ്റെ ആണെങ്കിലും സിമ്മിൻ്റെ ആണെങ്കിലും ഡൗട്ടൊക്കെ ചോദിച്ചിരിക്കുക. അപ്പോൾ അവർ നമുക്ക് അതിനുള്ള റിപ്ലൈ തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ പറയുന്നത് മൂലം നമുക്ക് മിണ്ടാനും പറയാനും ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്നുള്ളൊരു, ഈ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്കാണ് പറയട്ടെ, അങ്ങനെ ഒരു തോന്നലുകൾ നമുക്കുണ്ടാവും. ഇനിയിപ്പം അങ്ങനെ അതല്ല, ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ട് എന്നിട്ട് പോലും നമ്മളെ ആരും അല്ലെങ്കിൽ വിളിക്കണില്ല പറയണില്ല എന്നുള്ളൊരു തോന്നലുകളുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ അങ്ങോട്ട് വിളിക്കുക. വിളിച്ചതിന് ശേഷം ചോദിക്കുക, ഹലോ നീ ബിസി ആണോടാ എന്ന് ചോദിക്കുക. അപ്പോൾ തിരക്കാണോ എന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും അവർ ഓപ്പോസിറ്റ് പറയുമല്ലോ. നമ്മൾ പെട്ടെന്ന് ഒരു കോൾ ചെയ്യുമ്പോൾ പറയുമല്ലോ തിരക്കല്ല എന്ന് പറയുമല്ലോ. അപ്പോൾ തിരക്കല്ല എന്ന് പറയുമ്പോൾ പറയുക, എന്നാൽ ഞാൻ കുറച്ച് തിരക്കാ, പോയിട്ട് പിന്നെ വാന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു വിടുക. സോ ഒരുവിധം നമുക്ക് അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ കൂടെ നമുക്ക് ഓക്കെ ആക്കാൻ പറ്റും. ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ വല്ല 101-ലോ 100-ലോ ഒക്കെ വിളിച്ചിട്ട് നമുക്ക് ആ ഒരു ഇത് പരിഹരിക്കാനായിട്ട് പറ്റും. ഈ
പിന്നെ ചെയ്യേണ്ട ഒരു ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഹോട്ടലിലൊക്കെ കയറുമല്ലോ. അപ്പോൾ നമ്മൾ നമുക്കൊരു നമ്മൾ ആ ഒരു ട്രാവലിംഗ് എൻജോയ്മെന്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറുക, ഫുഡ് കഴിക്കുന്ന നല്ലൊരു ഫാസ്റ്റ് ഫുഡ് ഹോട്ടലിൽ കയറുക. എന്നിട്ട് അവിടുത്തെ മാനേജറിനോടോ അല്ലെങ്കിൽ അവിടുത്തെ മുതലാളിയോടോ പോയിട്ട് പറയുക, ഇവിടെ ഏറ്റവും നല്ല ഫുഡ് കഴിക്കാൻ പറ്റിയ സ്പോട്ട് ഏതാണെന്ന് ചോദിക്കുക. സോ അവരുടെ മുഖത്തുണ്ടാവുന്ന ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, അത് കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു റിലാക്സേഷൻ തോന്നും. സോ അത് നല്ലൊരു എൻജോയ്മെന്റ് ആണ്. അപ്പോൾ ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്യും. ഇനി അതുമല്ല, വീണ്ടും ഇനി നിങ്ങൾക്ക് ബോറടിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉറങ്ങുന്ന ഒരു വ്യക്തിയെ, നന്നായിട്ട് നല്ല രീതിയിൽ 2-3 ദിവസമൊക്കെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ക്ഷീണം കൊണ്ട് ഉറങ്ങുന്ന ഒരു വ്യക്തിയെ ചുമ്മാ ഒന്ന് തട്ടി വിളിച്ചിട്ട് അവർ എണീറ്റ് വരുമ്പോൾ ചോദിക്കുക, നീ ഉറങ്ങുകയാണോ എന്ന് ചോദിക്കുക. സോ ഇതുമൂലം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഇതൊക്കെ നമ്മൾ സഹിച്ചോണം. അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കാനും കൂടെ പ്രാപ്തരായിരിക്കണം. സോ അതൊക്കെ ഒരു വല്ലാത്തൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. സോ നിങ്ങളതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. ഞാൻ ചിലതൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ, പരീക്ഷിച്ച് നോക്കിയതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സോ നിങ്ങളതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വീണ്ടും ഇനി എൻ്റർടൈൻമെൻറ്റ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പുറത്തോട്ട് പോകുമ്പം നമുക്കിപ്പോൾ അറിയാവുന്ന വഴിയായിരിക്കും. ഞാനിപ്പോൾ പുറത്തോട്ട് പോകുമ്പോൾ ഞാനിപ്പോൾ ചോദിക്കുകയാണ്, ഇപ്പോൾ അടുത്തുള്ളൊരു ജംഗ്ഷൻ്റെ പേര് ചോദിക്കുകയാണ്. ആ ജംഗ്ഷൻ്റെ പേര് ചോദിച്ചിട്ട് ചോദിക്കുക, ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി അങ്ങോട്ടേക്ക് പോകണ വഴി ഏതാണെന്ന് ചോദിക്കുക. സ്വാഭാവികമായിട്ടും അവരറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് വഴി പറഞ്ഞു തരും. അപ്പോൾ അവർ പറഞ്ഞു തരികയാണ് ഇവിടുന്ന് വലത്തോട്ട് പോയിട്ട് 4ാമത്തെ വീടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇടത്തോട്ട് പോയിട്ട് 4ാമത്തെ വീട്ടിലോട്ട് പോയി കയറുക. സോ അവരുടെ മുഖത്ത് കാണുന്ന ആ ഒരു ആ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു എൻജോയ്മെൻ്റ് ഉണ്ടാവും. അതിലൂടെയൊക്കെ നമ്മുടെ ബോറടി മാറ്റാൻ നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ നമുക്കിപ്പം ചില സമയങ്ങളിൽ നമ്മൾക്ക് നല്ല നല്ല ഫുഡ് ബിരിയാണിയൊക്കെ കഴിക്കാൻ തോന്നും, അല്ലെങ്കിൽ നല്ല നല്ല ഫുഡൊക്കെ കഴിക്കാൻ തോന്നും. സോ നമ്മുടെ കയ്യിൽ പൈസ കാണില്ല. ഇനിയിപ്പം പൈസ ഉണ്ടെങ്കിൽ തന്നെ കമ്പനിക്ക് നമ്മളൊരാളെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ ചിലവ് നോക്കണം, ടോട്ടലി നമുക്ക് പൈസ ചിലവാണ്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള ഏതെങ്കിലും ലൊക്കേഷൻ നോക്കുക. ലൊക്കേഷൻ നോക്കിയതിന് ശേഷം അടുത്തുള്ള ഏതെങ്കിലും ഓഡിറ്റോറിയം നോക്കുക. ഓഡിറ്റോറിയം നോക്കിയതിന് ശേഷം ആ ഓഡിറ്റോറിയങ്ങൾ അത്യാവശ്യം നമുക്ക് റിച്ച് കല്യാണമൊക്കെ നടക്കണം ഓഡിറ്റോറിയങ്ങൾ സ്പെഷ്യലി കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓഡിറ്റോറിയത്തിൽ ചെല്ലുക, വയറ് നിറച്ച് ഫുഡ് കഴിക്കുക. ചിലപ്പോൾ ബൊഫെ ഒക്കെ ആയിരിക്കും. അങ്ങനെ മാറിയും തിരിഞ്ഞു നിന്ന് വയറ് നിറച്ച് ഇഷ്ടമുള്ള ഫുഡെല്ലാം വാങ്ങിച്ച് കഴിക്കുക. അതെല്ലാം കഴിച്ചതിന് ശേഷം നമുക്ക് വരനെയും വധുവിനെയും പോയി ആനയിക്കുക. അവരുടെ കൂടെ ഇന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു വരും. നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. നിങ്ങളിത് തീർച്ചയായിട്ടും ഏത് ട്രൈ ചെയ്തില്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് വളരെയധികം കളർഫുള്ളായി മാറും. അപ്പോൾ ഇത് ചെറിയ ചെറിയ ടിപ്പുകൾ മാത്രമാണ് കേട്ടോ. ഇനിയും വലിയ വലിയ ടിപ്പുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഇനിയും നിങ്ങൾക്ക് ടിപ്പുകളൊക്കെ പറഞ്ഞു തരാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വിഷമിച്ചിരിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്രഷൻ തോന്നുന്ന സമയത്താണെങ്കിലും ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ലൈഫ് വളരെയധികം ആനന്ദകരമാകും. നിങ്ങളുടെ ബോറടി എല്ലാം മാറും. നിങ്ങൾ വളരെയധികം ജോളിയായി മാറും. സോ ഇനിയും ഒരുപാട് ടിപ്പുകളുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഇനിയും ഞാൻ ടിപ്പുകൾ പറഞ്ഞുതരാം. അപ്പം ഓക്കെ, എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ഇതേപോലുള്ള എന്തെങ്കിലും ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പോവുകയാണേ. ഓക്കെ, ബൈ.